Hello friends, it's me Rizwan. അപ്പം ടോപ്പ് 5ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പഴയ മോഡൽ ടിവികളൊക്കെ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ നമ്മുടെ സാധാ LED ടിവിയോ LCD ടിവിയോ ഇതൊക്കെ നമുക്ക് എങ്ങനെ സ്മാർട്ട് ആക്കാമെന്നാണ്, അതും ആൻഡ്രോയിഡ് ടിവി എങ്ങനെ ആക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ ഉള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഗൈസ് അതിന് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കൊച്ചു ആൻഡ്രോയിഡ് ബോക്സ് ആണ് ഗൈസ്. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയതാണ്. അപ്പം ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സാധാരണ ടി വിയൊക്കെ ആൻഡ്രോയിഡ് ആക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഇതിലൊരു HDMI പോർട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ LCD TV LED TVയിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ആയാലും മതി. നമുക്ക് അതിനു വേണ്ടിയാണ് HDMI കേബിൾ തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു AV തരുന്നുണ്ട്. ഈ AV യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഴയ മോഡൽ TVയൊക്കെ ആൻഡ്രോയിഡ് ആക്കുന്നത്. ഓക്കെ, അപ്പം കൂടുതൽ ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇത് ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ ആണെന്ന്. ഗൈസ് ഇത് ഓഡിയോ ഔട്ട്പുട്ട് മാത്രമല്ല, ഇത് വീഡിയോ ഔട്ട്പുട്ടും കൂടി തരുന്ന ഒരു പോർട്ടാണ് ഗൈസ്. അപ്പം പിന്നെ കൂടാതെ നമുക്കൊരു ലാൻ പോർട്ട് വരുന്നുണ്ട്, നമ്മുടെ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു DC സോക്കറ്റും കൂടിയാണ് തരുന്നത്. അത് നമ്മുടെ 5 വോൾട്ട് ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടാണ് അത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഫീച്ചേഴ്സൊക്കെ നോക്കാനാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഓക്കെ, മെമ്മറി കാർഡൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ. കൂടാതെ 2 USB പോർട്ടാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇതിന് പിന്നെ റിമോട്ടൊക്കെ ഉണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കീബോർഡോ മൗസോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് USB കണക്ട് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഗൈസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് അതിൽ തന്നെ മൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണലിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2500 രൂപ വരുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ 2GB റാമും 16 GB ഇൻറ്റേർണൽ മെമ്മറിയാണ് നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സിൽ തരുന്നത്. വേറൊരു 2500 രൂപയുള്ളൂ. ഗൈസ് ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 2-2.5 വർഷത്തോളം ആകുന്നു. അടിപൊളി സാധനമാണ്, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആണ്. അപ്പം ഈ കൂടുതൽ വില കൊടുത്ത് ഒരു ആൻഡ്രോയിഡ് TV വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സ് ഉണ്ടെങ്കിൽ ഏത് TV ആണെങ്കിലും അടിപൊളി ആൻഡ്രോയിഡ് TV ആക്കാം. ഓക്കെ, നമ്മുടെ ആൻഡ്രോയിഡ് TVയിലേക്കാളും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആൻഡ്രോയിഡ് TV എന്ന് പറയുമ്പോൾ കുറേ പരിമിതികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ അങ്ങനെയില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് PUBG കളിക്കാം, ഗെയിം കളിക്കാം, നമുക്ക് ജോയ്സ്റ്റിക്കൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ആ സമയത്ത് ആൻഡ്രോയിഡ് TV ആണ് നമുക്ക് ജോയ്സ്റ്റിക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല എക്സ്റ്റേണലായിട്ട്. നമുക്ക് ഇതുണ്ടെങ്കിൽ അതൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇത് വേണേൽ ഭിത്തിയിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കിൽ 2 ആണിയുടെ സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പ്ലാസ്റ്റിക്കിലാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹീറ്റൊന്നും ആകത്തില്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് ഏത് TV ആണെങ്കിലും നമുക്ക് ആൻഡ്രോയിഡ് ആക്കാവുന്നതാണ്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനിയും കണ്ടുകിട്ടാം. അതുവരേക്കും ബൈ.